Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ ആരാധന. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 15. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാ വചനം പഠിപ്പിക്കുകയാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, ഭയത്തിൻ്റെ ആത്മാവല്ല, അടിമത്തത്തിൻ്റെ ആത്മാവല്ല, മറിച്ച് ആനന്ദത്തിൻ്റെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ്. ഇതാ ഈ ശുശ്രൂഷ സമയത്ത് നമ്മളായിരിക്കുന്നിടങ്ങളിൽ നമ്മളിത് അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം കണ്ണടച്ച് കരങ്ങൾ കൂപ്പിക്കെ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങളുടെ നിയോഗം അതെന്താണോ മനസ്സിൽ ഓർക്കുക. എൻ്റെ കർത്താവേ, ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ള ഈ വലിയ ദൈവവചന ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എൻ്റെ നിയോഗത്തെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ വിഷയത്തിൽ അത്ഭുതകരമായി അങ്ങ് ഇടപെടണമേ. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന പോലെ വെളിപ്പെടണമേ. ആഗ്രഹിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിയോഗം സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളൊന്ന് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മളായിരിക്കുന്നിടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഭയത്തിൻ്റെ അല്ല, നിരാശയുടെ അല്ല, അടിമത്തത്തിൻ്റെ അല്ല, മറിച്ച് ആനന്ദത്തിൻ്റെ ആത്മാവ് ഇതാ നമ്മളെ ചേർത്ത് പിടിക്കുന്ന സമയം 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് എല്ലാവരും അറിയാവുന്നത് പോലെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹം നൽകി അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഈ കൂട്ടായ്മ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആനന്ദത്തിന്റെ ആത്മാവേ, ഞങ്ങൾ പ്രവർത്തിക്കണമേ. കൈയടിച്ചേ സന്തോഷത്തോടെ. ആനന്ദ നദി എന്നിൽ ഒഴുകിടണേ. ആമേൻ. നോവുന്ന മുറിവുകൾ ഉണങ്ങിടണേ. ആനന്ദ നദി എന്നിൽ ഒഴുകിടണേ. സംഭവിക്കട്ടെ. നോവുന്ന മുറിവുകൾ ഉണങ്ങിടണേ. ആമേൻ, ആമേൻ. ആദിയിലേതനിൽ ഒഴുകിയപ്പോൾ ഓ ദൈവമേ, ഹൃദയത്തിൻ തോട്ടം നനച്ചിടണേ. സംഭവിക്കട്ടെ. ആദിയിലേതനിൽ ഒഴുകിയപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് തന്നെ ആമേൻ. കണ്ണീരെല്ലാം മാറിയിടുന്നേ, വെണ്ണീരെല്ലാം നീങ്ങിടുന്നേ. എല്ലാവരും കണ്ണീരെല്ലാം മാറിയിടുന്നേ, വെണ്ണീരെല്ലാം നീങ്ങിടുന്നേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആനന്ദ നദിയിൽ ഞാൻ പാനം ചെയ്യുന്നേ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. കൈകൾ അടിച്ച് ആരെയോളം പോരായേ, പഠിക്കേ അളവ് കൂടാതെ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ വാ. ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. നീ ആയിരിക്കുന്നിടങ്ങളിൽ നിന്റെ ജീവിത വഴികളിൽ പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ശക്തി, ദൈവിക ശക്തി വെളിപ്പെടട്ടെ. നിരാശപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ. ഓർത്തോർ ദുഃഖിക്കുന്ന സ്വഭാവ രീതികളെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ. ഭയത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ.
ജീവിതത്തില് ഏതെങ്കിലും വിഷയങ്ങൾ ഭാരപ്പെട്ട് രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് എന്റെ മേല് അത്ഭുതകരമായിട്ട് ഇടപെടണമേ. ആമേൻ, 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 ആമേൻ. പരിശുദ്ധാത്മാവേ, 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 ആത്മാവേ. വാ. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ആയിരിക്കുന്നിടങ്ങളിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പഠിപ്പിച്ച ഈ വലിയ സത്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ടാണ്. നീ ആയിരിക്കുന്നിടത്ത് നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും നീ വിശ്വസിക്കുക, എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നു, അത്ഭുതകരമായി എന്നിൽ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയിലും ഈ വചനത്തിന്റെ അഭിഷേകം അനുഭവിക്കാൻ സാധിക്കും. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളൊന്ന് കൂപ്പിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ, എന്നിട്ട് സന്തോഷത്തോടെ പറഞ്ഞേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ ഒന്ന് വിളിച്ചെന്ന്, ആ കുടുംബത്തിലുള്ളവരൊക്കെ ഒന്ന് വിളിച്ചേ, എന്നിട്ട് അവർക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ച് ഒരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തോടെ എന്നിട്ട് ഇരുന്നേ. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഇതാ, നീ ആയിരിക്കുന്നിടങ്ങളിൽ ഈ വലിയ ദൈവരാജ്യ ശുശ്രൂഷ, കിങ്ഡം ഓഫ് ഗോഡ്, വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് അഭിഷേകം പ്രാപിക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ അല്പസമയം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പ്രാർത്ഥനാ ശൈലിയെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുകയാണ്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 39-ാം അധ്യായം 5-ാം തിരുവചനം ഒന്ന് തുറന്നേ. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 39, 39-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനത്തിൽ പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഈ ജോസഫ് ഒരു സ്ഥലത്തുള്ളത് കൊണ്ട് ആ ജോസഫിനെ ഓർത്ത് ദൈവം ആ ജോസഫിനോട് ബന്ധപ്പെട്ട് ഈജിപ്തുകാരൻ അവൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതാണ് വചനഭാഗം. നമുക്കൊന്ന് വായിച്ചാലോ? 39-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം. വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനഭാഗമാണ്. കാരണം ഇതാ, ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ഇതാ സംഭവിക്കുന്ന ദൈവത്തിൻ്റെ വലിയ ഒരു സംരക്ഷണം എവിടേക്കാണ്? ഇതാ, ജോസഫിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക്, ജോസഫ് താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വലിയ ദൈവിക സംരക്ഷണം വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് നമ്മളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വലിയ ഒരു അഭിഷേകത്തെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അതായത്, നമ്മൾ മൂലം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചത്? അതായത്, ജോസഫിനെ ഓർത്ത് ദൈവം മറ്റൊരു കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ നിന്നെ ഓർത്ത് ദൈവം മറ്റുള്ളവരെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത്, നീ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനാ ശൈലിയാണ്. നിന്റെ പ്രാർത്ഥനാ ജീവിതം ശൈലി കണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ആ വിഷയത്തിൽ വലിയ ദൈവിക ഇടപെടലുകൾ സംഭവിക്കും. ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് 2 ഗുണങ്ങളുണ്ടല്ലോ. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ
ഈ നിയോഗം പൂർത്തീകരിക്കപ്പെടുമെന്ന് മാത്രമല്ല, രണ്ടാമത്തെ ഗുണം, പ്രാർത്ഥിക്കുന്ന നമ്മിൽ കർത്താവ് അനുഗ്രഹിക്കും. അപ്പം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനാ ശൈലി, എൻ്റെ കാര്യം, എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ ജോലി, എൻ്റെ പണം, എൻ്റെ ആരോഗ്യം, അല്ലേ? ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അല്പം കൂടെ മെച്ചപ്പെട്ട ഒരു പ്രാർത്ഥനാ ശൈലിയിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നിന്റെ ജീവിത വഴികളിൽ കർത്താവ് വലിയ ഒരു സംരക്ഷണം ഒരുക്കും. ഇത് മനസ്സിലാക്കാൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതലുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഈശോ ഒരു അത്ഭുതകരമായ ഒരു സൗഖ്യ ശുശ്രൂഷ നൽകുന്നതിനെ കുറിച്ചാണ്. 17-ാം വചനം ഇങ്ങനെയാണ്: ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലിയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദയായിൽ നിന്നും ജെറൂസലേമിൽ നിന്നും ഫരിസേയരും നിയമാധ്യാപകരും അവിടെ വന്നുകൂടി. രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായി ലൂക്കാ സുവിശേഷകൻ പറയുകയാണ്, ഇതാ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ദൈവജനം അവർ ഒരുമിച്ച് കൂടി. ഇതെന്തിനാ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ഇവരൊക്കെ വന്നിരിക്കുന്നത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഭാരങ്ങളും സങ്കടങ്ങളും രോഗങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം ഇപ്പോൾ ആ തടിച്ചു കൂടിയിരിക്കുന്ന ദൈവജനത്തിനിടയിൽ സംഭവിച്ചു. അത് നമ്മൾ പഠിക്കുകയാണ്. ആ വചനഭാഗം ഇങ്ങനെയാണ്, 18-ാം തിരുവചനം: അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവർ അവനെ അകത്ത് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു. ജനക്കൂട്ടം നിമിത്തം അത് സാധിക്കാത്തത് കൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ പറയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, പിന്നീട് വായിക്കുമ്പോൾ സമ്പൂർണ്ണ സൗഖ്യം നൽകി ആ തളർവാദ രോഗിയെ ഈശോ സൗഖ്യപ്പെടുത്തി. എൻ്റെ പ്രിയരെ, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ തളർവാദ രോഗി രക്ഷപ്പെട്ടത് എങ്ങനെയാ? ഈ തളർവാദ രോഗിയെ ചുമന്നുകൊണ്ട് വന്ന ചിലർ, ഈ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ടാണ് കർത്താവ് ആ രോഗിക്ക് സൗഖ്യം കൊടുത്തത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ചിന്തിച്ചേ, നിന്റെ വീട്ടിൽ, നിന്റെ ബന്ധുക്കളിൽ, നിന്റെ സഹപ്രവർത്തകരുടെ ഇടയിൽ ഇതുപോലെ തളർന്ന ചിലരൊക്കെ ഇല്ലേ? ശാരീരികമായിട്ട് തളർന്നവരെക്കുറിച്ച് മാത്രമല്ലെന്നേ, പല തലങ്ങളിൽ തളർന്നവർ നമ്മുടെ കൂടെയുണ്ട്. മാനസികമായിട്ട് തളർന്നവർ, ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ടവർ. ഒരുപക്ഷെ ചിലർ പള്ളിയിൽ പോക്ക് നിർത്തി ചില പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ടു, ചില അപമാനങ്ങൾ സ്വീകരിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തവരുണ്ട്. വീട്ടിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. വാതിലടച്ചെപ്പോഴും ഇരുട്ടിലിരിക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിലും ബന്ധുജനങ്ങൾക്കിടയിലും നമ്മുടെ ജീവിത വഴികൾക്കിടയിലും അപ്രകാരം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കേ, അവരെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ ആർക്കാണ് കടമയുള്ളത്? പറയുന്ന എനിക്കും കേൾക്കുന്ന നിനക്കും. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് നിന്റെ മേൽ ശക്തമായ ഒരു ദൗത്യം നൽകുകയാണ്. നിസ്സാരപ്പെട്ട കാര്യമല്ലെന്ന്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജോസഫിനെ ഓർത്ത് ഈജിപ്തുകാരൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവം നിന്റെ പ്രാർത്ഥന കണ്ടിട്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കും. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന അതിസുന്ദരമായ ഒരു ചിത്രം, ഒരു ഭാര്യയും ഭർത്താവും. ഈ ഭാര്യ കണ്ണുനീരോടുകൂടെ ജീവിതത്തിൽ ഭർത്താവിനെ ഓർത്തുകൊണ്ട് ഡൽഹിയിലുള്ള ഫരീദാബാദിലെ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ നാളുകളോളം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു ഭാര്യയാണ്. കണ്ണുനീര് മാത്രം, കാരണം ഭർത്താവ് ഒരു മദ്യപാനിയാണ്. സങ്കടം മാത്രം. ഈ ഭാര്യ വന്ന് ധ്യാനമൊക്കെ കൂടും, പ്രാർത്ഥിക്കും. ഭർത്താവ് മദ്യപാനിയാണ്. ധ്യാന കേന്ദ്രത്തിലോട്ടൊന്നും വിളിച്ച വരത്തില്ല. ഒരു ധ്യാനാവസരത്തിൽ ധ്യാനത്തിന് വന്നപ്പോൾ ഈ സഹോദരി പറഞ്ഞു, അച്ഛാ, എൻ്റെ ജീവിതം വല്ലാത്ത ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ജീവിതം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. എൻ്റെ കുഞ്ഞുങ്ങൾ വളരുന്നു. ഭർത്താവിൻ്റെ അവസ്ഥ അച്ഛൻ അറിയാലോ. എന്താ ചെയ്യണ്ടേ? ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടെന്ന് പിടുത്തമില്ല. ഞാൻ പറഞ്ഞു, സഹോദരി, ഇതുപോലെ സങ്കടപ്പെടുന്ന അനേക ഭാര്യമാരുടെ ഒരു പ്രതിനിധിയാണ് സഹോദരി.
ഇതുപോലെ സങ്കടപ്പെടുന്ന ഒത്തിരി ഭാര്യമാരുണ്ടെന്ന്. അതുകൊണ്ട് സഹോദരി ചെയ്യേണ്ട കാര്യം, ഈ ധ്യാനത്തിലിരുന്ന് ഇതുപോലെ ഭാരപ്പെടുന്ന അനേക ഭാര്യമാർക്ക് വേണ്ടി ബലം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സഹോദരി ധ്യാന അവസരത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ധ്യാന കേന്ദ്രത്തിൽ ഈ ശുശ്രൂഷ സമയത്ത് ഇപ്രകാരം പ്രാർത്ഥന മുന്നോട്ട് നീങ്ങുമ്പോൾ അങ്ങ് ദൂരെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങളിൽ ഇടപെടുകയാണ്. ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. കുമ്പസാരം കഴിഞ്ഞ ദിവസം ആരാധനയിൽ കണ്ണുനീരോടുകൂടെ ഭാര്യ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു ഹോട്ടലിൽ, ഒരു ബാറിൽ ഇരുന്ന് മദ്യപിക്കുന്ന ഭർത്താവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭർത്താവ് മദ്യപിച്ച് കൂട്ടുകാരുടെ കൂട്ടത്തിലിരുന്ന് ഉന്മത്തനായിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടാവുന്നത് പോലെ ഇദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. വൊമിറ്റിംഗ്, ഛർദ്ദിക്കാൻ വരുന്നു, ശരീരത്തിൽ വല്ലാത്ത ഭാരം വരുന്നു, എന്തൊക്കെയോ അസ്വസ്ഥത. അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നു. മദ്യം ഉള്ളിൽ കിടക്കുന്ന മനുഷ്യനാണ്. ഡോക്ടർമാർ പറഞ്ഞു, ഇതിനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇയാൾ കുടിച്ച കള്ളൊക്കെ ഇറങ്ങട്ടെ, ശരീരത്തിൽ മുഴുവൻ മദ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനത്തിൻ്റെ സമാപന ദിവസത്തിൽ ഈ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് ചില കൂട്ടുകാരന്മാർ ധ്യാന കേന്ദ്രത്തിൽ വന്നു. ഈ ഭർത്താവിന് അത്യാവശ്യം സംസാരിക്കാനൊക്കെ ശേഷിയുണ്ട്. ആ സമയത്ത് ഈ ഭർത്താവ് ഈ ഭാര്യയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് എന്നോട് ചോദിച്ച ചോദ്യം, അച്ഛാ, എൻ്റെ ഭാര്യ ഈ ധ്യാന കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് എനിക്കെതിരെ എന്തോ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വരേണ്ട ഒരു കാര്യമില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു പക്ഷേ ഇതൊരു ദൈവനിയോഗമാണ്. ധ്യാനകേന്ദ്രത്തിൽ ഇന്നോളം പ്രവേശിച്ചിട്ടില്ലാത്ത സഹോദര, ഇത് കർത്താവിൻ്റെ ഒരു നിയോഗമാണ്. ധ്യാനകേന്ദ്രത്തിൽ നിന്നോളൂ, കുറച്ച് ദിവസം ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹം തിരിച്ചൊക്കെ പോയി. പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് അധികമൊന്നും അറിവില്ല. ഞാൻ ഇപ്പോൾ ഇത് പറയുമ്പോൾ ഒരാഴ്ച മുമ്പ് ഈ സ്ത്രീ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം. ഫോൺ വന്നത് ന്യൂസിലൻഡിൽ നിന്നുകൊണ്ടാണ്. ഈ സ്ത്രീ പറഞ്ഞ, അച്ഛൻ ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഞാനും ഭർത്താവും ധ്യാനകേന്ദ്രത്തിലൊക്കെ വന്നിട്ടുണ്ട്, അച്ഛന് പരിചയമുണ്ട്. അച്ഛാ, ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ന്യൂസിലൻഡിൽ നിന്നാണ്. അച്ഛാ, ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക് പോയി, ഞങ്ങളിവിടെ ജീവിതം പച്ചപിടിച്ചു വരുന്നു. അച്ഛാ, സന്തോഷകരമായ കാര്യം എന്താണെന്നറിയോ? അച്ഛാ, അന്ന് എൻ്റെ ഭർത്താവ് മദ്യപാനം നിർത്തിയതാണ് എന്ന് മാത്രമല്ല അച്ഛാ, അതേ ന്യൂസിലൻഡിൽ ഇവിടെ ഒരു പ്രെയർ ഗ്രൂപ്പിൽ എൻ്റെ ഭർത്താവ് വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നു. ഞാനിത് ഇപ്പോൾ നിങ്ങളോട് പറയാൻ എന്താ കാരണം എന്നറിയൂ? ഒരു ഭാര്യ കണ്ണുനീരോടുകൂടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അനേക മേഖലകളിൽ ഇടപെടുകയാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. നിന്റെ ജീവിതത്തിൽ നീ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? അതോ സ്വന്തം കാര്യം മാത്രം നോക്കുവാണോ? നിന്റെ പ്രാർത്ഥന വഴി അനേകർ രക്ഷപ്പെടണമെന്ന് എത്ര വർഷം മോനിക്കാമ്മ പ്രാർത്ഥിച്ചതല്ലേ? അഗസ്റ്റിനെ തിരിച്ചു പിടിക്കാൻ കണ്ണുനീരിൻ്റെ മകൻ ഒരിക്കലും നഷ്ടപ്പെടില്ലെന്ന് അംബ്രോസ് പിതാവ് ഈ വാർത്ത മോനിക്കാമ്മയോട് പറഞ്ഞു. മോനിക്കാമ്മയുടെ കണ്ണുനീര് അതിങ്ങനെ ഒടുങ്ങാത്ത മകന് വേണ്ടിയുള്ള പ്രാർത്ഥന. അമ്മയുടെ കണ്ണുനീര്, അപ്പൻ്റെ കണ്ണുനീര്, സഹോദരൻ്റെ കണ്ണുനീര് കുടുംബത്തിന് അനുഗ്രഹമായിട്ട്, അനേകർക്ക് തലമുറയായിട്ട് അനുഗ്രഹമായിട്ട് മാറും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കർത്താവ് ചില നിയോഗങ്ങൾ നൽകുന്നില്ലേ? നീ ആയിരിക്കുന്നിടങ്ങളിൽ, നീ കടന്നു പോകുന്ന സമാന ദുഃഖമുള്ള അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ ഒറ്റയ്ക്കല്ല, ഇതുപോലെ വിഷമിക്കുന്ന അനേകരുണ്ട്. ഒരു പക്ഷേ ജോലി നഷ്ടപ്പെട്ട വ്യക്തിയാണോ? എന്തു ചെയ്യണം? ഇതുപോലെ ജോലിയില്ലാത്ത അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥന വഴി അനേകർക്ക് വലിയ അഭിഷേകം, വലിയ സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടും. തുടർന്നുള്ള ആരാധന സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ മൂലം എൻ്റെ കുടുംബം, എൻ്റെ ദേശം, എൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിൽ അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ ഉണ്ടാകാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്കൊരുമിച്ച് സാധിക്കുന്നവർ മുട്ടുകുത്തി നമുക്കൊരുമിച്ച് ആരാധനയുടെ ഗീതം പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പരിശുദ്ധ അൽത്താരുടെ മുമ്പിൽ വളരെ പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 5 തിരുവചനം നമ്മൾ പഠിച്ചു. ജോസഫിനെ ഓർത്ത് ദൈവം ഈജിപ്തുകാരൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഒരു വ്യക്തിയെ ഓർത്ത് ദൈവം ആ വ്യക്തിയോട് ചേർന്നുള്ള കുടുംബത്തെ, ആ കുടുംബത്തിൻ്റെ ജീവിത വരുമാന മാർഗങ്ങളെ അനുഗ്രഹിക്കുന്നു. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ഏതെങ്കിലും നിയോഗം, ഏതെങ്കിലും വ്യക്തികളെ ആവാം, ഏതെങ്കിലും സംഭവങ്ങളാവാം, നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും നിയോഗം ഇപ്പോൾ മനസ്സിൽ ഓർക്കുക. അത് ഈശോയ്ക്ക് കൊടുക്കുക. ഈശോയെ, ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതകരമായി ഇടപെടണമേ. ഈ വിഷയത്തിൽ കർത്താവെ, അങ്ങ് ഇടപെടണമേ. ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടും. തളർവാദ രോഗിയെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയെ അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തിയതുപോലെ നിന്റെ പ്രാർത്ഥന കണ്ട് ദൈവം ആ വിഷയത്തിൽ ഇടപെടും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന ഇന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന ഇന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന ഇന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ കാലത്തിൽ ഇന്ന സംഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവിക ഇടപെടലുണ്ടാവാൻ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇതാ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന സമയം. ദൈവജനമേ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ ശക്തി വ്യക്തി ജീവിതത്തിൽ ഭരിക്കട്ടെ. കൈയടിച്ച് പാടിക്കേ. പുത്തനഭിഷേകം നൽകണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, ചോദിച്ച് പേടിക്കട്ടെ. പുത്തനഭിഷേകം നൽകണമേ. സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ആമേൻ, ആമേൻ. കൃപയുടെ അഭിഷേകം. ആമേൻ. പുത്തനഭിഷേകം, കൃപയുടെ അഭിഷേകം, കൃപയുടെ അഭിഷേകം, പുത്തൻ അഭിഷേകം, പുത്തനഭിഷേകം ദൈവജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ആമേൻ, ആമേൻ. ദാസരിൽ നൽകണമേ. ഓ ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ദൈവജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. ദാസരിൽ നൽകണമേ. രണ്ട് കരങ്ങളും പരിശുദ്ധാത്മാവിലേക്ക് നീട്ടിപ്പിടിച്ച് ഓ കർത്താവേ, സംഭവിക്കട്ടെ. നൽകണമേ. എന്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. എന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. നൽകണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ശിരസിൽ ഒന്ന് കമിഴ്ത്തി വെച്ച് കണ്ണടച്ചു പ്രാർത്ഥിച്ച് നിന്റെ ജീവിതത്തിൽ നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ ഈശോ നിന്നോട് പറയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നിന്നെ വേദനിപ്പിക്കുന്നവരാവും, പല പല കണ്ണുനീര് കുടിപ്പിക്കുന്നവരാവും. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നീ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു അതനുസരിച്ച് ദൈവത്തിൻ്റെ കൃപ നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ പറ്റും.
ആ വലിയ ആഗ്രഹത്തോടുകൂടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ശിരസ് മുതൽ ഉള്ളംകാൽ വരെ പുത്തൻ അഭിഷേകം നിന്റെ മേല് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ആഗ്രഹിക്കണം, യേശുവിനെ നോക്കി കരങ്ങൾ നീട്ടിപ്പിടിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. നാഥാ കഴുകേണമേ, എന്നെ കഴുകേണമേ. നാഥാ കഴുകേണമേ, എന്നെ കഴുകേണമേ. നാഥാ കഴുകേണമേ, എന്നെ കഴുകേണമേ. നാഥാ കഴുകേണമേ, എന്നെ കഴുകേണമേ.